ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും പറഞ്ഞാൽ കർക്കിടകം ആയതുകൊണ്ടാണോ അതോ വെട്ടമില്ലാത്തതുകൊണ്ടാണോ ഫുൾ ടൈം മഴ ആയതുകൊണ്ട് അറിയത്തില്ല, എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാട്ടോ. എൻക്വയറീസൊക്കെ തലങ്ങും വിലങ്ങും അവിടുന്ന് ഇവിടുന്നും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ആകെപ്പാടെ മനസ്സ് ഭയങ്കര ശോകം അവസ്ഥയിലാണ്. മേ ബി എനിക്ക് തോന്നുന്നു കർക്കിടകം ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഓണം ഇങ്ങ് വരികയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു സമയം ആയപ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസിൽ ടെക്നിക്കൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓൾ ഇന്ത്യ ലെവലിലാട്ടോ. പോസ്റ്റൽ സർവീസ് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിയായോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇവർ ആ പാഴ്സൽ അയക്കുന്നതിന് തലേദിവസമെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് DTDC വഴി അയച്ചേനെയായിരുന്നു. അപ്പോൾ അതും ഒരു ടെൻഷനാണ്. കറക്റ്റ് ടൈമിൽ ഈ ഔട്ട്സൈഡ് കേരള അയക്കുന്നവർക്കാട്ടെ ഈ പ്രശ്നം വരുന്നത്. ഇൻസൈഡ് കേരളയിലുള്ള പകുതി മുക്കാൽ പേർക്കും കിട്ടി. ഔട്ട്സൈഡ് അയക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവർക്കൊന്നും സാധനം ഇതുവരെ കിട്ടിയില്ല. സംഭവം ഞാൻ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അതൊരു ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ ചേച്ചിയും കുഞ്ഞിനെയൊക്കെ വിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ എന്തോ മഴയായിരുന്നു. നമുക്ക് റോഡിൽ കൂടെ പോകുന്ന ഈ വാഹനങ്ങളൊന്നും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ആണെങ്കിൽ രാവിലെ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ആണ്ട കിടക്കുന്നു, വോൾട്ടേജും ഇല്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തൊരു ശോകം വീഡിയോ ആട്ടോ. ഇതിപ്പോൾ നിങ്ങൾ മാക്സിമം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. മീൻസ് ഞാൻ ഇന്നൊരു കോട്ടൺ കോഡ് വെച്ചിട്ടുള്ളൊരു മാലയാട്ടോ ചെയ്യുന്നത്. ഞാൻ നൈലോൺ കോഡാണെന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സാധനം വന്നത് കോട്ടൺ കോഡാട്ടോ. അപ്പം ഈ സാധനം ഞാൻ മീഷോയിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഇത് വലിയൊരു കോട്ടൺ കോഡാട്ടോ. പിന്നെ 196 അത്രയെങ്ങാണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. റേറ്റ് ഞാൻ നോക്കട്ടെ, ലിങ്ക് ഞാൻ നോക്കട്ടെ. പറ്റുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇത് കണ്ടോ, ഇതൊരു നാക്ഷി പെൻഡൻ്റാണ്. മറ്റേ കാശിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പെൻഡൻ്റ് ആട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പെൻഡൻ്റാണ്. ഇതിൻ്റെ ഇൻവിസിബിൾ ചെയിൻസ് ഒക്കെ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാല പോകത്തില്ലെന്ന് വിചാരിച്ചുണ്ടാക്കിയിട്ടതാണ്. പക്ഷേ ഈ 2 മാല അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഗോൾഡിൻ്റെ നിങ്ങൾ ഈ ഗോൾഡിൻ്റെ ബീഡ്സ് ഒക്കെ എടുക്കുമ്പോൾ കഴിവതും പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമൽ ബീഡ്സ് എടുക്കാതെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സ് എടുക്കാം. പിന്നെ ഗിയർ ലോക്ക് പ്ലേറ്റഡ് ഉണ്ടോ എന്ന് ആരോ എന്നോടൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അത് ഗിയർ ലോക്ക് ഉണ്ട് കേട്ടോ, പ്ലേറ്റഡ് ഉണ്ട് സംഭവം. അത് അനിത ചേച്ചിയുടെ ഉണ്ട് കേട്ടോ. നമ്പർ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ അത് വന്നിട്ടുണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടെ കനമുള്ളതാട്ടോ. അത് മറ്റേതുപോലല്ല. മറ്റേതാകുമ്പോൾ കുറച്ച് കനമില്ലാത്ത തിക്നെസ് കുറവല്ലായിരുന്നു. ഈ ഗിയർ ലോക്ക് ഭയങ്കര കനമുള്ളതാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഒരു ഗിയർ ലോക്ക് നിങ്ങൾക്ക് കിട്ടും, കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ 2 പ്രാവശ്യം എടുത്തായിരുന്നു. സംഭവം അത് കറക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നാണ് കസ്റ്റമേഴ്സൊക്കെ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കാം. അതാണ്ട് ഈ ഒരു ത്രെഡിൻ്റെ മാലയാണ് കാണിക്കുന്നത്. ഈ കോട്ടൺ കോഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങളത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. കോട്ടൺ കോഡും നൈലോൺ കോഡും രണ്ടും രണ്ടാണ്. കോട്ടൺ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ക്ലോത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. നൈലോൺ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ തെന്നിപ്പോകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്രസൻസും ഉണ്ട്. അപ്പോൾ എനിക്ക് ആംഗ്ലറ്റ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നൈലോൺ കോഡാണ്. കാരണം അഡ്ജസ്റ്റബിൾ ഒക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നൈലോൺ കോഡാട്ടോ. അതാകുമ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റഡ് ആയിട്ട് ആ ത്രെഡ് ചുറ്റുമ്പോൾ നമുക്ക് വലിച്ചൊക്കെ ഇടാനായിട്ട് പറ്റും. കോട്ടൺ കോഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് പാടാട്ടോ. അത് നിങ്ങൾ ത്രെഡിൻ്റെ ആംഗ്ലറ്റ് ആണെങ്കിൽ നൈലോൺ കോഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും മീഷോയിലുണ്ട് കേട്ടോ. വലിയ വിലയൊന്നും, വലിയ റോളായിട്ടൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും. മീഷോയിൽ, ആമസോണിലും, ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പം ഈ ഒരു മാല ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പോകുമെന്ന് വിചാരിച്ചുണ്ടാക്കിയതല്ല. പക്ഷേ പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതാണ്. കാരണം എനിക്കറിയത്തില്ല, ഈ മഴ ആയതുകൊണ്ടാണോ അതോ വെട്ടക്കുറവിൻ്റെ ആണോ, കംപ്ലീറ്റ്ലി ആകപ്പാടെ ഭയങ്കര ശോകമാണ്. പിന്നെ കമ്മൽ ഒട്ടിക്കുന്ന എന്നോട് പണ്ട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ഗ്ലൂ ആട്ടോ, ഈ ഫെവിക്വിക്കിൻ്റെ ഗ്ലൂ ആട്ടോ ഉപയോഗിക്കുന്നത്. അതെനിക്കൊന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ നിങ്ങൾ സ്റ്റഡിൻ്റെ ബേസ് വാങ്ങിക്കുമ്പോഴും നല്ല ബേസ് വാങ്ങിക്കാം. ഫ്ലവർ സ്റ്റഡൊക്കെ അത്യാവശ്യം നല്ലതാട്ടോ. അതിൻ്റെ ചെറുതും വലുതുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. എന്നിട്ട് നമ്മളിതുപോലെ പശ ഇങ്ങനെ ഇതങ്ങനെ ഇളകിയൊന്നും പോരത്തില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഇളകിയൊന്നും പോരത്തില്ല.
ഞാൻ വീഡിയോ എടുത്തപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത്. ആകെപ്പാടെ ശോകമാണ്. മഴയായാലും വെയിലായാലും ഫാൻ നമുക്ക് മസ്റ്റാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാല ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. മീഷോയിൽ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ആ പെൻഡൻസ് ഒക്കെ ഞാൻ പറഞ്ഞ സ്റ്റോർസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.